Let's start with the soft computing and application. അപ്പൊ എന്താണ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ടെക്നിക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് എല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കുറെ സോൾവ് ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ കാര്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുകയാണെങ്കിലും കുറച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഈ കാര്യത്തിൽ സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിന്റെ കാര്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ ഇക്വേഷനെ കൊണ്ടോ എനിക്കത് സോൾവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ആൻഡ് ദാറ്റ് ക്യാൻ ഓൺലി സോൾവ് ദ പ്രോബ്ലം വിച്ച് ആർ മീൻസ് വെരി മൈൽഡ്. ഓക്കെ, അപ്പൊ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ വി കാൺ ഫൈൻഡ് എ ഡെഫിനറ്റ് സൊല്യൂഷൻ, റൈറ്റ്? അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സാക്ട് മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു എക്സാക്ട് ഇൻഫർമേഷൻ കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ആ എക്സാക്ട് ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ സോൾവ് ചെയ്യാനോ എസ് ഓർ നോ ആൻസേഴ്സ് കിട്ടാനോ എനിക്ക് കഴിയുന്നില്ല. ആൻഡ് ഐ കാൺ ഓൾസോ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്, വൈ ഐ കാൺ സോൾവ് ദിസ് പ്രോബ്ലം എന്ന് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ പറഞ്ഞു കൊടുക്കാനോ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ഇതിനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി യൂസ് ദ ടെക്നിക്സ് കോൾഡ് ഫസി ലോജിക്, ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് ജനറ്റിക് അൽഗോരിതംസ്. ഓക്കെ, അതിനെക്കുറിച്ച് ഈച്ച് ആൻഡ് എവറി അൽഗോരിതംസ് ആണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് നമ്മൾ 3 ബ്ലോക്സ് ആയിട്ടാണ് മൊത്തത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 4 ബ്ലോക്സ് ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക്, സെക്കൻഡ് ബ്ലോക്ക്, തേർഡ് ആൻഡ് ഫോർത്ത് ബ്ലോക്ക്, ആൻഡ് ഈച്ച് കൺസിസ്റ്റ് ഓഫ് സെവറൽ യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ എല്ലാം കൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 13 യൂണിറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസി സെറ്റ്സ് ആണ്. അതാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കേണ്ട ഫസ്റ്റ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷനിൽ വരുന്ന ആദ്യത്തെ സെഷനാണ് ഫസി സെറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ദ ജനറ്റിക് അൽഗോരിതം. ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ സ്പെസിഫിക് അൽഗോരിതംസ്. ഇതിനെല്ലാം ഒരു ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. ഏതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്ക്സിന് എല്ലാത്തിനും ഒരു ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജനറ്റിക് അൽഗോരിതത്തിന് ഒരു മുന്നേ മുതൽ ഫോളോ ചെയ്യുന്ന ഒരു എവല്യൂഷണറി ആയിട്ടുള്ള ഒരു അൽഗോരിതം നമുക്ക് ഇതിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നോക്കേണ്ട കാര്യം നമുക്ക് എന്താണ് ഫസി സെറ്റ്സ് എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോണത്. സോ ഫസി സെറ്റിൽ നമുക്ക് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, അതായത് എന്താണ് ഫസി സെറ്റ്സ് എന്നുള്ളതും അതേപോലെ തന്നെ എന്താണ് ഫസി ക്ലസ്റ്ററിങ് ആൻഡ് ഫസി പാറ്റേൺ റെക്കഗ്നിഷൻ ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, ഫസി സെറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ വി കാൺ അണ്ടർസ്റ്റാൻഡ് വെദർ ദ ആൻസർ ഈസ് യെസ് ഓർ നോ. ഓക്കെ, അപ്പൊ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ആൻസർ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൽ തന്നിട്ടുള്ള വേരിയബിൾസിന്റെ വാല്യൂസ് വെച്ച് നോക്കുന്ന സമയത്തോ എന്റെ ആൻസർ ഇതാണ് എന്ന് എനിക്ക് ഒരിക്കലും കൺക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സം കൺഫ്യൂഷൻസ്. ആൻഡ് ആ കൺഫ്യൂഷൻസിനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉള്ള കാര്യത്തിനെ പ്രത്യേക സെറ്റിലേക്ക് ഞാൻ ഇടുന്നു. നോർമലി നമ്മൾ സെറ്റ് പറയുന്ന സമയത്ത് ഐ എം ജസ്റ്റ് കൺക്ലൂഡിങ് വിത്ത് എ ഫിഗർ. ഓക്കെ, നോർമലി നമ്മളൊരു സെറ്റ് പറയുന്ന സമയത്ത് ലെറ്റ് us consider this as a set and this is consider this as a set. Okay, so set 1 and set 2. Okay, എന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2x ആണ്. ഓക്കെ, 2x ആണ് എന്റെ f of x എന്ന് വിചാരിക്കുക. ഓക്കെ, എന്റെ ഫംഗ്ഷൻ പറയണത് 1 2 3 4 ആണ് ആദ്യത്തെ എന്ന് പറയണത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 2:1 2:2 2:3 2:4 പറഞ്ഞിട്ട് വാല്യൂസ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്റെ ആൻസേഴ്സ് ഇതിൽ ബിലോങ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിൽ ബിലോങ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ ഇത് ഈ ഗ്രൂപ്പിൽ പെടുന്നതാണ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ പെടുന്നത്. ഇപ്പൊ 2 എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലും ഉണ്ട്, ഈ 1 ഗ്രൂപ്പിലും ഉണ്ട്, 2 ഗ്രൂപ്പിലും ഉണ്ട്. ഓക്കെ, 4 പറയുന്നത് ഈ ഗ്രൂപ്പിലുണ്ട്, ഈ ഗ്രൂപ്പിൽ ഇതിലും ഉണ്ട്.
ഓക്കെ, ഇനി അടുത്ത 8 പറയണ ഈ ഗ്രൂപ്പിലുണ്ട് അടുത്ത ഗ്രൂപ്പിൽ ഇല്ല. സോ എനിക്ക് പറയാൻ കൃത്യമായി ഇവിടെ പറ്റുന്നുണ്ട്, ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് സെറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്യണത്, അല്ലെങ്കിൽ ഏതെല്ലാം സെറ്റിലാണ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണത് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം എന്ന് പറയുന്നത് ആ എലമെന്റ് എന്ന് പറയുന്നത് ഏതിൽ പെടുന്നതാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ പറയുന്ന ക്ലാസിക്കൽ സെറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? പക്ഷേ നമ്മളിപ്പോ ക്ലാസിക്കൽ ഇതില് ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് പറയുകയാണെങ്കിൽ, ഞാൻ ചോദിക്കുകയാണ് ഇസ് എ പേഴ്സൺ ടോൾ എന്ന് ചോദിക്കുകയാണ്, ഒരാൾ ഹൈറ്റ് ഉണ്ടോ ചോദിക്കുകയാണ്. അപ്പോ നമുക്കൊരു ആൻസർ ഉണ്ട്, യെസ് ഓർ നോ, ഏതോ ഒരു ആൻസർ എനിക്കുണ്ട്. അല്ലാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ 0.2 ആണ്, 0.5 ആണ്, 0.8 ആണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഇത് എന്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യണു എന്നുള്ളതോ അല്ലെങ്കിൽ എന്താണ് എക്സാക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറി എന്നുള്ളതോ എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? മെമ്പർഷിപ്പ്, ക്രിസ്പ് മെമ്പർഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലേക്ക് കറക്റ്റ് ആയിട്ട് ബിലോങ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്ലാസിക്കലിൽ പറയണമെന്നുണ്ടെങ്കിൽ. ഫസിയിൽ പറയണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 0 and 1, എസ് ഓർ നോയിന്റെ ഇടയിൽ എവിടെയോ കിടക്കുന്ന ഒരു ആൻസർ ആണ് ഫസി സെറ്റിൽ ആൻസർ ചെയ്യാൻ പോകുന്നത്. പറഞ്ഞു മനസ്സിലായോ? ആൻഡ് നെക്സ്റ്റ് പറയുന്നതാണ് ഫസി ക്ലസ്റ്ററിങ്. എന്താ ക്ലസ്റ്ററിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ്, ഏത് ഗ്രൂപ്പിലാണ് സിമിലർ ആയിരിക്കുന്നത്, ആ സിമിലർ ആയിട്ടുള്ള വാല്യൂവിനെ എവിടെ കൊണ്ടിടും അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൽ കൊണ്ടിടും ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റി. അതാണ് നമ്മൾ ഫസി ക്ലസ്റ്ററിങ്ങിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് 80% എബോ ഒരു ഗ്രൂപ്പാണ്, 60% to 80% ഒരു ഗ്രൂപ്പാണ്, 40 to 60 ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്നുണ്ട് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവരാണ് നമ്മൾ ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സിൽ വേണമെങ്കിൽ നമുക്ക് വാല്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇവരെ ഡിഫറെന്റ് ഗ്രൂപ്പ്സിലേക്ക് ഇടാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഒരു അൽഗോരിതമാണ്, ഇതിൽ പഠിക്കുന്ന ഒരു അൽഗോരിതമാണ് FCM പറഞ്ഞ അൽഗോരിതം. ദാറ്റ് ഈസ് ദ ഫസി സി മീൻസ് എന്ന് പറഞ്ഞ ഒരു അൽഗോരിതം വെച്ചിട്ടാണ് നമ്മളിത് കവർ ചെയ്യുന്നത്. അടുത്ത യൂണിറ്റ് ഫസി സെറ്റിന്റെ എന്ന് പറയുന്നതാണ് പാറ്റേൺ റെക്കഗ്നിഷൻ പറയുന്നത്. എന്താ പാറ്റേൺ റെക്കഗ്നിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐഡന്റിഫൈയിങ് ദ ഒബ്ജക്റ്റ്, കാറ്റഗറി, പാറ്റേൺ ഫ്രം ദ അവൈലബിൾ ഡാറ്റ. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് അത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണോ. എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്കൊരു ഫോട്ടോ തന്നിട്ടുണ്ട്, ആ ഫോട്ടോയില് കാറ്റാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ കാറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കാറ്റ്, ഇറ്റ് ബിലോങ്സ് ടു ആൻ അനിമൽ, അല്ലെങ്കിൽ ഇതൊരു അനിമലിൽ പെടുന്നതാണ്, ഈ അനിമൽ ഡോഗിന്റെ ഇതിൽ വരുന്നതാണ് എന്ന് പാറ്റേൺ അനുസരിച്ചിട്ട് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? ഇതിന് മൊത്തത്തിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസ് ലേബൽസ് ഒന്നും ഉണ്ടാവില്ല, അൺസൂപ്പർവൈസ്ഡ് ആയിരിക്കും. ഓക്കെ, പക്ഷെ സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓൾറെഡി ഞാൻ കുറെ സെറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഈ സെറ്റുകളിൽ നിന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്ത സാധനം എന്താണെന്ന് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് പാറ്റേൺ റെക്കഗ്നിഷൻ നമുക്കുണ്ട്. മുന്നേ നമ്മൾ കുറേ എണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കൊടുക്കുന്ന സമയത്ത് ഈസിലി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ എന്താണ്, പുതിയതൊന്ന് കൊടുക്കുന്ന സമയത്താണെങ്കിൽ പ്രീവിയസ്ലി അവൈലബിൾ നോളജ് ഇല്ല, അപ്പൊ നമുക്ക് കുറെ കൂടെ ടെക്നിക്സ് അവിടെ കൊടുക്കേണ്ടി വരും. ഇതിന്റെ അഡീഷണൽ ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതില് ഫസി ക്ലസ്റ്ററിങ് എന്താണ്, അതിൽ പറയുന്ന FCM അൽഗോരിതം ഒക്കെയാണ് നമുക്ക് യൂണിറ്റ് 2 പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ പാറ്റേൺ റെക്കഗ്നിഷൻ. ഇവിടെയാണ് നമുക്ക് സൂപ്പർവൈസ്ഡ് പാറ്റേൺ എന്താണ്, അൺസൂപ്പർവൈസ്ഡ് എന്താണ്, നോളേജ് ബേസ്ഡ് എന്താണ്, ഹൈബ്രിഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നത്. ഇതിൽ ഓരോന്നിനും അൽഗോരിതംസ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസൂപ്പർവൈസ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നേ പ്രീഡിഫൈൻഡ് ക്ലാസ് ലേബിൾസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ അൺസൂപ്പർവൈസ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ലേബിൾസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ട്രെയിനിങ് സെറ്റ്സ് ഓൾറെഡി അവർക്ക് അറിയാമായിരിക്കും, അത് വെച്ചിട്ടാണ് എനിക്ക് നോക്കാൻ പോകുന്നത് അത് ഏത് കാറ്റഗറിയിൽ വരുന്ന ആളാണെന്നുള്ളത്. പിന്നെ വരുന്നതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാറ്റേണുകളും ന്യൂറൽ നെറ്റ്വർക്കും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പോണേ എന്നുള്ളതാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പോണേ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മൾട്ടി വാല്യൂഡ് റെക്കഗ്നിഷൻ സിസ്റ്റം. എന്താണ് ഈ മൾട്ടി വാല്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും പാറ്റേൺ റെക്കഗ്നിഷൻ. പാറ്റേൺ മാത്രമല്ല നമുക്കുള്ളത്, ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്,
ഫേസ് റെക്കഗ്നീഷൻ ഉണ്ട്. അപ്പോൾ കുറെ മൾട്ടി വാല്യൂ റെക്കഗ്നീഷൻ സിസ്റ്റംസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ 3.6 നമ്മൾ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ക്ലിയർ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈ മുന്നത്തെ മെഡിക്കൽ ഇമേജ് സെഗ്മെന്റേഷനിൽ നമുക്ക് ഈ ട്യൂമർ റെക്കഗ്നീഷൻ, അതേപോലെ തന്നെ ടിഷ്യൂ ഗ്രോത്ത് ഉണ്ടെങ്കിൽ, പിന്നെ ഓൾറെഡി അവർക്കുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ സ്റ്റാൻഡേർഡ് വാല്യൂവിനെക്കാട്ടും കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് ബ്ലോക്ക് 2. ബ്ലോക്ക് 2 ന്യൂറൽ നെറ്റ്വർക്ക് 1 ആണ് നമുക്ക് പറയുന്നത്. ആദ്യം നമുക്ക് അറിയേണ്ടത് വാട്ട് ഇസ് ദ ഫണ്ടമെന്റൽസ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. പിന്നെ വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിംഗിൾ ലെയർ പെർസെപ്ട്രോണും മൾട്ടി ലെയർ പെർസെപ്ട്രോണും പറയുന്നത്. അപ്പൊ എന്താണ് ഈ ബേസിക് ന്യൂറൽ നെറ്റ്വർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ന്യൂറൽ നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ ഒരു ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്ക് ആണ്. ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പുകൾ, അതായത് നമ്മുടെ നെർവ്സ് എങ്ങനെയാണോ നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്ത് ബ്രെയിനിലേക്ക് എത്തി അതിനെ പ്രോസസ് ചെയ്ത് എങ്ങനെയാണോ ഔട്ട്പുട്ട് വരുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയിന്റെ അറ്റം ഒന്ന് പൊള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കൈ വലിക്കുന്നുണ്ട്. വൈ വി ആർ ഡൂയിങ് ദാറ്റ്? ആ സ്റ്റിമുലൈ കിട്ടുമ്പോൾ ഉടനെ എങ്ങനെയാണ് നമുക്ക് ആ റെസ്പോൺസ് വരുന്നത്? സ്റ്റിമുലൈ കിട്ടുന്ന ഉടനെ തന്നെ ഈ നമ്മുടെ കൈയിന്റെ അറ്റം വരെയുള്ള നെർവ്സ് ഉടനെ തന്നെ ആ ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് കൊടുക്കുകയാണ്. ബ്രെയിൻ അതിനെ പ്രോസസ് ചെയ്യുകയാണ്. പ്രോസസ് ചെയ്തതിന് ശേഷം വി ആർ ജസ്റ്റ് റെസ്പോണ്ടിങ് ടു ഇറ്റ്. അതാണ് നമ്മൾ തിരിച്ച് കൈ എടുക്കുന്നത്. ഇത് എങ്ങനെയാണ് ആർട്ടിഫിഷ്യലി നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ പഠിക്കാൻ പോകുന്നത്. അതിന് വളരെ എളുപ്പമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് 2 ഇൻപുട്സ് ഉണ്ടാവും. X1, X2, X3 എന്നൊക്കെ പറഞ്ഞ നമ്പർ ഓഫ് ഇൻപുട്സ് ഉണ്ടാവും. അവർക്കൊക്കെ അവരുടേതായ വെയിറ്റുകൾ ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ത്രഷോൾഡ് ലോജിക് ഉണ്ടാവും. വാട്ട് യു മീൻ ബൈ ത്രഷോൾഡ് ലോജിക്? ഒരു ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു വാല്യൂ ക്രോസ് ചെയ്യാതെ നമ്മൾ എപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ട്, ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ വാല്യൂ ക്രോസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഡിസൈർഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യണതിനെയാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സിന്റെ ഭാഗമായിട്ട് പറയുന്നത്. ആൻഡ് വിച്ച് വി കൺസിഡർ ആസ് എ മോഡൽ ഓഫ് ന്യൂറോൺ ത്രഷോൾഡ് ലോജിക് എറർ കറക്ഷൻ ലേണിംഗ് ആൻഡ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ പറയുന്നത്. സിംഗിൾ ലെയർ പെർസെപ്ട്രോണിൽ പറയുന്നത് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ആണ് നമ്മുടെ സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ പറയുന്നത്. ഇതിൽ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻപുട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവര് വെയിറ്റഡ് സം നോക്കിയിട്ട് ആക്ടിവേഷൻ നോക്കുന്നു, ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഓരോ പ്രാവശ്യവും അൽഗോറിതം ട്രെയിൻ നമ്മൾ എങ്ങനെയാണോ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മുന്നേ തന്നെ എങ്ങനെയാണോ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പീരിയൻസസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് ലീനിയർലി സെപ്പറബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രണ്ടെണ്ണമായിട്ട് എനിക്ക് മാറ്റാവുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും സിംഗിൾ ലെയർ ആയിട്ടുള്ള പെർസെപ്ട്രോൺ പറയുന്നത്. പെർസെപ്ട്രോൺ ലേണിംഗ് അൽഗോരിതത്തിൽ എന്ത് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു പോയിന്റിൽ എത്തുമ്പോഴാണ് രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നിച്ചാവുന്നത്, അല്ലെങ്കിൽ ഏത് പോയിന്റിൽ നിന്നാണ് അവർ സെപ്പറേറ്റ് ആവുന്നത്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പെർസെപ്ട്രോൺ അൽഗോരിതം എന്ന് പറയുന്നത്. ആൻഡ് വി ആർ യൂസിങ് ദ എക്സോർ പ്രോബ്ലം വെച്ചിട്ടാണ്. എക്സോർ പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. നമ്മളിതിൽ എക്സോർ പ്രോബ്ലത്തിനെയൊക്കെ സോൾവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ. മൾട്ടി ലെയർ പെർസെപ്ട്രോണിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്കിപ്പോ ഒരു ലെയർ ആണ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ എന്ന് പറയുമ്പോൾ മൾട്ടി ലെയേഴ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. ഈ മൾട്ടി ലെയേഴ്സിൽ നമ്മൾ പറയുന്നത് ഹിഡൻ ലെയേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്കിവിടെ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് നമുക്ക് ഡിഫറെന്റ് നമ്പർ ഓഫ് ലെയേഴ്സിൽ കൂടെ കടന്നിട്ടാണ് വി ആർ പ്രൊഡ്യൂസിങ് ദ ഔട്ട്പുട്ട്. അപ്പൊ ഇത് നമുക്ക് എപ്പോഴും ഹിഡൻ ആയിരിക്കും. ഓക്കെ, ഹിഡൻ ലെയേഴ്സ് ആയിരിക്കും ഇവരുണ്ടാവുക. അപ്പൊ ഈ ഹിഡൻ ലെയേഴ്സ് കൂടെ കടന്നതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ജനറേഷൻ നമുക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കുറച്ചുകൂടെ ഇത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പ്രൊപ്പഗേഷൻ പറ്റും. അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ടിനെ നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കം ബാക്ക് ആൻഡ് നെക്സ്റ്റ് അഗെയിൻ ചെക്ക് ഇറ്റ് ആൻഡ് ഗോ ടു ദ ഔട്ട്പുട്ട്. ഓക്കെ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്നുള്ളത്. ആൻഡ് വി ക്യാൻ ഡു ഇറ്റ് ഹിയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ്
ബ്ലോക്ക് 3യിലേക്ക് വരുന്നത്. ബ്ലോക്ക് 3യിൽ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ന്യൂറൽ നെറ്റ്വർക്ക് 2 ആയിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. എഗെയിൻ എനിവേ ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് NLP. നമ്മൾ ഈ മൾട്ടി ലെയർ പെർസെപ്ട്രോണിന്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത് ഈ ബ്ലോക്ക് 3യിൽ. അതേപോലെ തന്നെ യൂണിറ്റ് 7ൽ പറയുന്ന അതിൻ്റെ ഒരു ജനറലൈസേഷൻ, പിന്നെ ഒരു ആർക്കിടെക്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്രോക്സിമേഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന മാത്തമാറ്റിക്കലിനെ എങ്ങനെ അപ്രോക്സിമേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ നെറ്റ്വർക്ക് എന്താണ്. ഇതിനെന്താ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് മാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ടിനെ ചിയറപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കംസ് ദ ഹോപ്ഫീൽഡ് നെറ്റ്വർക്ക് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഹോപ്ഫീൽഡ് നെറ്റ്വർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്സിന്റെ ആർക്കിടെക്ചറിൽ എത്രത്തോളം നമുക്കതിന്റെ ഫങ്ഷനാലിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി, നെറ്റ്വർക്കിന്റെ റിലയബിലിറ്റി ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുള്ളതാണ് ഹോപ്ഫീൽഡ് നെറ്റ്വർക്സിൽ പറയുന്നത്. നെക്സ്റ്റ് ഇസ് കൊഹോനന്റ് നെറ്റ്വർക്സ് ആണ്. കൊഹോനന്റ് നെറ്റ്വർക്സ് ബേസ്ഡ് ഓൺ ദ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മാക്സിമം നോക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് കൊടുത്തിരിക്കുന്ന ഓരോ എഡ്ജിന്റെയും വെയിറ്റ്സ് അനുസരിച്ചിട്ട് ന്യൂറൽ നെറ്റ്വർക്സിന്റെ ഓർഗനൈസേഷൻ മാറിക്കൊണ്ടിരിക്കും. അതിൽ ഓരോ നെറ്റ്വർക്സും എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് പഠിക്കാൻ പോണത്. അപ്പൊ കോർണർ നെറ്റ്വർക്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്താ പറയാ, കോർണർ നെറ്റ്വർക്സിന്റെ കാര്യത്തിൽ ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ ആർ കോമ്പീറ്റിംഗ് ടു റെസ്പോണ്ട്. അതായത് ന്യൂറോൺസ് പരസ്പരം, ഇപ്പൊ എൻ്റെ കൈയും കാലും ഒരേപോലെ വർക്ക് ചെയ്യുന്നൊരു സമയത്ത് ആ കോമ്പറ്റീഷൻ, ന്യൂറോൺസിന്റെ റെസ്പോൺസ് നമുക്ക് കിട്ടണമെങ്കിൽ അവർ തമ്മിൽ ഏതാണ് ഫസ്റ്റ് നടക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുമല്ലോ. അതായത് എൻ്റെ കാലിനെക്കാട്ടിലും ഫസ്റ്റ് കൈയാണ് ഫ്രണ്ടിൽ പോകേണ്ടത്. സോ എൻ്റെ കൈയിന്റെ ന്യൂറോൺ ഭാഗത്താണ് റെസ്പോൺസ് കൂടുതൽ വരുന്നുണ്ടാവുക. അപ്പൊ ദാറ്റ് ഈസ് ദ വിന്നർ അല്ലെ. ഇതൊക്കെ നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോഹനന്റ് നെറ്റ്വർക്ക്സ് ആയിട്ട് പറയുന്നത്. പക്ഷെ അടുത്ത് നമുക്ക് പറയുന്നതാണ് സെൽഫ് ഓർഗനൈസിങ് ഫീച്ചർ മാപ്പ് എന്ന് പറയുന്നത്. ഇതിലെന്താ നമുക്ക് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ടാർഗറ്റ് ഔട്ട്പുട്ട് ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇൻപുട്ട് ഡാറ്റയുടെ എങ്ങനെയാണ്, അതിനെങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ജനറ്റിക് അൽഗോരിതം. ജനറ്റിക് അൽഗോരിതത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ഇൻഡിവിജ്വൽസിനെ റീപ്രൊഡക്ഷന് വേണ്ടി സെലക്ട് ചെയ്യുക. അതായത് പുതിയൊരു അൽഗോരിതം ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബെറ്റർ ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന മുന്നേ ഉള്ള സംഭവത്തിന് അൽഗോരിതത്തിനെ എടുക്കുക. അതിന് വേണ്ടിയിട്ട് ക്രോസ് ഓവർ ചെയ്യുക. ക്രോസ് ഓവർ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ബ്രീഡിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെ കമ്പൈനിങ് ടു ഇൻഫർമേഷൻ വിച്ച് ആർ ബെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മ്യൂട്ടേഷൻ. വാട്ട് യു മീൻ ബൈ മ്യൂട്ടേഷൻ? റാൻഡംലി നമ്മുടെ എന്താ പറയുക, ജീനുകളെല്ലാം മോഡിഫൈ ചെയ്യുക. അതിനെ നമ്മൾ മ്യൂട്ടേഷൻ ആയിട്ട് പറയുക. അപ്പൊ ഇനീഷ്യൽ ആയിട്ട് എങ്ങനെ ബേസിക് ഫ്ലോ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ഫ്ലോ എങ്ങനെയാണ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ പോപ്പുലേഷൻ ഉണ്ടാവും. ഓക്കെ, ഇനീഷ്യൽ പോപ്പുലേഷനിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. എന്താ ഇവാലുവേറ്റ് ചെയ്യണ? ഫിറ്റ്നസ് ആണ്. ഓക്കെ, അതായത് എത്രത്തോളം ബെസ്റ്റ് ആണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യും. എന്നതിന് ശേഷം വിച്ച് ഈസ് ബെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോസ് ഓവർ നോക്കും. ക്രോസ് ഓവർ ഏതൊക്കെ ജീനിനെ തമ്മിലാണ് എനിക്ക് കമ്പൈൻ ചെയ്യേണ്ടത്. ആൻഡ് വാട്ട് ഹാപ്പൻ ടു ഇറ്റ് വിച്ച് ഈസ് കോൾഡ് ആസ് ദ മ്യൂട്ടേഷൻ. ഈ മ്യൂട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവണത് എന്താ? ന്യൂ പോപ്പുലേഷൻ ആണ് ഉണ്ടാവുക. മനസ്സിലായോ? എഗെയിൻ ഇതിനെ ഞാൻ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും അടുത്തതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് ജനറ്റിക് അൽഗോരിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് ജനറ്റിക് അൽഗോരിതം ആണ് നമുക്ക് പറയുന്നത്. ഇതിൽ ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട് ജനറ്റിക് അൽഗോരിതത്തിൽ, അതുപോലെ തന്നെ പുതിയ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ നെക്സ്റ്റ് പറയുന്നതാണ് ആപ്ലിക്കേഷൻ ഓഫ് ജനറ്റിക് അൽഗോരിതം. ഇവിടെ റീവിസിറ്റിംഗ് ആണ് നമുക്ക് നടക്കുന്നത്. റീവിസിറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ആണ്. അതായത് ഏതാണോ നമ്മൾ വിസിറ്റ്, അതായത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്, കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒരു വിസിറ്റ് ഒരു സിറ്റിയിൽ നടത്തിയിരിക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആദ്യം നടന്ന ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ പറയണത് എനിക്ക്
4 സിറ്റീസ് ഉണ്ട് കേട്ടോ. സിറ്റീസിന്റെ പേര് ABCDE. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് TSP ട്രാവലിംഗ് സെയിൽസ്മാൻ പറയണത് വെച്ചാൽ എന്ന് ബിയിലോട്ട് പോവാം, ബിന്ന് സിയിലോട്ട് പോവാം, സിന്ന് ഡിയിലോട്ട് പോവാം, ഡിന്ന് എയിലോട്ട് പോവാം, ഇന്ന് എയിലോട്ടും എനിക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഒരു പ്രാവശ്യം എല്ലാത്തിനും വിസിറ്റ് നടന്നു കഴിഞ്ഞു എന്നിട്ടാണ് പഴയതിലേക്ക് സ്റ്റാർട്ടിംഗ് സിറ്റിയിലേക്ക് പോകുന്നത്. ഇതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സ്കീമ തിയറം എന്ന് പറയുന്നത്. സ്കീമ തിയറത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാറ്റേൺ ഉണ്ടാവും. ഈ പാറ്റേണിനെ പോസിബിൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ക്രോമസോണിനെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന പോലെയാണ് സ്കീമ തിയറത്തിൽ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിലും ഓരോ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതും ആൻഡ് വാട്ട് ആർ ദ അൽഗോറിതംസ് വി ആർ റെപ്രസെന്റിംഗ് എന്നുള്ളതും നമുക്ക് നെക്സ്റ്റ് ഇതിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.